നമസ്കാരം. ഭീകരവാദത്തിന്റെ ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കൾക്ക് സ്വന്തം മണ്ണിൽ പോലും പേടി സ്വപ്നമായി മാറിക്കൊണ്ടിരിക്കുന്ന അജ്ഞാതരുടെ വേട്ടയാടൽ പാകിസ്ഥാനിൽ നിർബാധം തുടരുകയാണ്. അയൽരാജ്യത്ത് ഭീകരതയുടെ വിത്ത് പാകിയവർക്കിപ്പോൾ സ്വന്തം ജീവൻ പോലും രക്ഷിക്കാൻ കഴിയാത്ത ഭയപ്പാടാണ് നിലവിലുള്ളത്. അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെട്ടെങ്കിലും ഭീകരരെ സംരക്ഷിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന പാക് മണ്ണിൽ വീണ്ടും ഒരു ഉന്നത ഭീകരൻ കൂടി ദുരൂഹ സാഹചര്യത്തിൽ അന്ത്യശ്വാസം വലിച്ചിരിക്കുന്നത് ഈ യാഥാർത്ഥ്യത്തിലാണ് അടിവരയിടുന്നത്. ഭീകര സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയുടെ കമാൻഡറും കൊടും ഭീകരനുമായ ഹാഫിസ് സയീദിന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തനിൽ ഒരാളായ കാരി സയ്യിദ് അബ്ദുൾ അസീസ് ഇസ്ലാമാബാദിൽ വെച്ചാണ് തികച്ചും അപ്രതീക്ഷിതമായി മരണത്തിന് കീഴടങ്ങുന്നത്. ഈ സംഭവം പാകിസ്ഥാനിലെ രഹസ്യാന്വേഷണ ഏജൻസികളെയും ഭീകര സംഘടനകളുടെ തലപ്പത്തിരിക്കുന്നവരെയും ഒരുപോലെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. പാകിസ്ഥാന്റെ തലസ്ഥാന നഗരിയായ ഇസ്ലാമാബാദിലെ അറിയപ്പെടുന്ന കുബ പള്ളിയിൽ വെച്ചാണ് ഈ നാടകീയവും ദുരൂഹവുമായ സംഭവങ്ങൾ അരങ്ങേറിയത്. പള്ളിയിൽ നമാസിനായി എത്തുന്നതിന് തൊട്ടുമുമ്പ് അപരിചിതമായ ഒരു പ്രാദേശിക ഹോട്ടലിൽ നിന്ന് ഇയാൾ ഭക്ഷണം കഴിച്ചിരുന്നതായി വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഭക്ഷണത്തിനു ശേഷം പള്ളിയുടെ കവാടത്തിലേക്ക് പ്രവേശിച്ച കാരി സയ്യിദ് യാതൊരു മുൻസൂചനയുമില്ലാതെ പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരും ഒപ്പമുണ്ടായിരുന്നവരും ചേർന്ന് ഇയാളെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചു. എങ്കിലും ജീവൻ രക്ഷിക്കാനായില്ലെന്ന് ഡോക്ടർമാർ സ്ഥിരീകരിക്കുകയായിരുന്നു. സാധാരണ നിലയിൽ ആരോഗ്യവാനായി കാണപ്പെട്ടിരുന്ന ഒരു ഭീകര കമാൻഡർ ഇത്തരത്തിൽ പെട്ടെന്ന് മരണപ്പെടുന്നത് വലിയ സംശയങ്ങൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. സംഭവ സ്ഥലത്തുണ്ടായിരുന്ന പള്ളിയുടെ CCTV ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഈ ദൃശ്യങ്ങളിൽ ഇയാൾ വുളു ചെയ്ത് പ്രാർത്ഥനാ ഹാളിലേക്ക് കയറാൻ ശ്രമിക്കുന്നതിനിടയിൽ ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ട് കുഴഞ്ഞു വീഴുന്ന ദൃശ്യങ്ങൾ വ്യക്തമാണ്. കഴിച്ച ഭക്ഷണത്തിൽ ആരെങ്കിലും വിഷം കലർത്തിയതാണോ അതോ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയ മറ്റെന്തെങ്കിലും രഹസ്യ നീക്കങ്ങളാണോ ഈ മരണത്തിന് പിന്നിൽ പ്രവർത്തിച്ചതെന്ന് ഇതുവരെ ഔദ്യോഗികമായി വ്യക്തമായിട്ടില്ല. എങ്കിലും ഇസ്ലാമാബാദിന്റെ സുരക്ഷിത താവളങ്ങളിൽ പോലും ഭീകരർക്ക് സുരക്ഷിതമായി ജീവിക്കാൻ കഴിയില്ല എന്നതിന്റെ തെളിവാണ് ഈ സംഭവം നൽകുന്നത്. ഭാരതത്തിനെതിരെ നിരന്തരം വിഷം ചീറ്റുകയും അതിർത്തി കടന്ന് നിരപരാധികളായ ജനങ്ങൾക്കെതിരെ ഭീകര പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തിരുന്ന ലഷ്കർ ശൃംഖലയിലെ ഒരു നിർണായക കണ്ണിയായിരുന്നു ഖാരി സയ്യിദ്. 1990കളുടെ തുടക്കം മുതൽ ലഷ്കർ തലവൻ ഹാഫിസ് സയ്യിദുമായി അതീവ അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തിയായിരുന്നു ഇയാൾ. ഭാരതത്തിന്റെ അഖണ്ഡതയ്ക്കും സമാധാനത്തിനുമെതിരെ പ്രവർത്തിക്കുന്ന സംഘടനയുടെ നയങ്ങൾ നടപ്പിലാക്കുന്നതിൽ ഇയാൾ മുഖ്യ പങ്ക് വഹിച്ചിരുന്നു. ഭീകരവാദ പ്രവർത്തനങ്ങളുടെ സംഘാടനത്തിനും ആശയപ്രചാരണത്തിനും ഒരുപോലെ സജീവമായിരുന്ന ഇയാളുടെ വിയോഗം ലഷ്കർ ഇ സംഘടനയ്ക്ക് കനത്ത ആഘാതമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ജമ്മു കാശ്മീരിൽ ഭാരതീയ സുരക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ വധിക്കപ്പെടുന്ന കൊടും ഭീകരരുടെ കുടുംബങ്ങൾക്ക് പ്രതിമാസ പെൻഷനും വൻതോതിലുള്ള സാമ്പത്തിക സഹായങ്ങളും എത്തിച്ചു നൽകുന്ന ഷുഹദ എന്ന പ്രത്യേക വിഭാഗത്തിന്റെ ചുമതല വഹിച്ചിരുന്നത് കാരി സയ്യിദ് ആയിരുന്നു. ഭീകരരുടെ കുടുംബങ്ങളെ സാമ്പത്തികമായി സഹായിച്ചുകൊണ്ട് പുതിയ റിക്രൂട്ട്മെന്റുകൾക്ക് കളമൊരുക്കുക എന്ന തന്ത്രപരമായ ചുമതലയാണ് ഇയാൾ നിർവഹിച്ചിരുന്നത്. ഇത്തരത്തിലുള്ള സാമ്പത്തിക അടിത്തറയും ജീവകാരുണ്യത്തിന്റെ മുഖംമൂടിയിട്ട ഭീകര ശൃംഖലയെ നിയന്ത്രിച്ചിരുന്ന ഒരു പ്രമുഖനെയാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി പാകിസ്ഥാനിലെ വിവിധ നഗരങ്ങളിൽ വെച്ച് അജ്ഞാതരുടെ വെടിയേറ്റും അല്ലാതെ 30ഓളം ലഷ്കർ കമാൻഡർമാർ വധിക്കപ്പെട്ടതായി ലഷ്കർ ഭീകരൻ റിസ്വാൻ ഹനീഫ് തന്നെ വെളിപ്പെടുത്തിയ ഒരു വീഡിയോ പുറത്തു വന്ന് ഏതാനും ദിവസങ്ങൾക്കകമാണ് ഈ ഒരു ദുരൂഹ മരണം സംഭവിച്ചിരിക്കുന്നത്. അതും ശ്രദ്ധേയമാണ്. പെഷവാർ, കറാച്ചി, റാവൽപിണ്ടി, മുസഫറാബാദ് തുടങ്ങിയ പാകിസ്ഥാനിലെ പ്രധാന നഗരങ്ങളിലെല്ലാം ഭീകരർ ഒന്നിനു പിറകെ ഒന്നായി ഉന്മൂലനം ചെയ്യപ്പെടുന്നത് പാക് ഭരണകൂടത്തെയും സൈന്യത്തെയും പ്രതിക്കൂട്ടിൽ നിർത്തിയിട്ടുണ്ട്. സ്വന്തം താവളങ്ങളിൽ പോലും ഭീകരർ വേട്ടയാടപ്പെടുന്നത് ഇവരുടെ ആത്മവീര്യം പൂർണ്ണമായും തകർത്തിരിക്കുകയാണ്. നമ്മുടെ ഭാരതത്തിന്റെ പരമാധികാരത്തെയും സുരക്ഷയും വെല്ലുവിളിക്കുന്ന രാജ്യദ്രോഹികൾക്ക് മാതൃകാപരമായ തിരിച്ചടികളാണ് ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വന്തം രാജ്യത്ത് പോലും സമാധാനത്തോടെയും സുരക്ഷിതമായും ജീവിക്കാൻ കഴിയാത്ത വിധം ഭീകരർ കടുത്ത ഭയത്തിന്റെ നിഴലിലാണ് ഇപ്പോൾ കഴിയുന്നത്. അജ്ഞാതരുടെ ഈ നീതി നടപ്പിലാക്കലുകൾ പാകിസ്ഥാനിലെ തീവ്രവാദ ഫാക്ടറികൾക്ക് വലിയൊരു പ്രഹരമാണ് ഏൽപ്പിക്കുന്നത്. ഭീകരവാദത്തോട് യാതൊരു വിട്ടുവീഴ്ചയുമില്ലാത്ത സമീപനമാണ് ഇത്തരം സംഭവങ്ങളിലൂടെ പുറത്തു വരുന്നത്. ഭീകരവാദത്തിന്റെ വേരുകൾ ആഴത്തിലിറങ്ങിയ പാകിസ്ഥാൻ മണ്ണിൽ അരങ്ങേറുന്ന ഇത്തരം ശക്തമായ സംഭവ വികാസങ്ങൾ ഭാരതത്തോടുള്ള എല്ലാവിധ വെല്ലുവിളികൾക്കും അന്ത്യം കുറിക്കുമെന്നതിൽ സംശയമില്ല. പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ ഒത്താശയോടെ വളരുന്ന ഭീകരവാദത്തിന്റെ അടിവേരുകൾ തോണ്ടിയെറിയുന്ന ഈ ഒരു തുടർച്ചയായ പ്രഹരങ്ങൾ രാജ്യസുരക്ഷയെ സ്നേഹിക്കുന്ന ഓരോ പൗരനും വലിയ ആശ്വാസമാണ് പകരുന്നത്.
ഭീകരതയുടെ വ്യാപാരികൾക്ക് എവിടെയായാലും ഒടുവിൽ രക്ഷപ്പെടാനാവില്ല എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ ദുരൂഹ മരണങ്ങൾ. ദേശവിരുദ്ധ ശക്തികൾക്ക് മാതൃകാപരമായ ശിക്ഷ ഉറപ്പാക്കുന്ന ഇത്തരം ദുരൂഹതകളും നടപടികളും വരും ദിവസങ്ങളിൽ പാക് ഭീകരവാദ സംഘടനകളെ കൂടുതൽ പ്രതിരോധത്തിലാക്കുമെന്നതും തീർച്ചയാണ്. പരസ്പരം പഴിചാരാനും തങ്ങളുടെ സുരക്ഷാ വീഴ്ചകൾ മൂടിവെക്കാനും പാക് ഭരണകൂടം ശ്രമിക്കുന്നുണ്ട് എങ്കിലും അന്താരാഷ്ട്ര തലത്തിൽ ഈ സംഭവങ്ങൾ വലിയ ചർച്ചയായി കഴിഞ്ഞു. ഭീകരരെ വളർത്തുന്നവർക്ക് ഒടുവിൽ ആ ഭീകരത തന്നെ തിരിച്ചടിയാകുന്ന കാഴ്ചയാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവസാനമായി ഇത്തരം ഉന്നത ഭീകരരുടെ തുടർച്ചയായുള്ള തിരോധാനവും മരണവും ലഷ്കർ-ഇ-തൊയ്ബ പോലെയുള്ള ഭീകര സംഘടനകളുടെ നട്ടെല്ലൊടിച്ചിരിക്കുകയാണ്. അടുത്ത ലക്ഷ്യം ആരാണെന്ന ഭയം ഓരോ ഭീകരരിലും പടർന്നു പിടിച്ചിരിക്കുന്നു. ഭാരതത്തിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളും രഹസ്യാന്വേഷണ ഏജൻസികളുടെ കരുത്തുറ്റ നിലപാടുകളും ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ രാജ്യത്തിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ സമാധാന അന്തരീക്ഷം നിലനിർത്താൻ ഇത്തരം കർശനമായ തിരിച്ചടികൾ അത്യാവശ്യമാണെന്ന് ഈ സംഭവങ്ങൾ ഒരിക്കൽ കൂടി നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഭീകരവാദത്തിന്റെ അണയാത്ത കനലുകൾ സ്വന്തം പാളയത്തിൽ തന്നെ തിരിച്ചടിയാകുന്ന വിചിത്രവും എന്നാൽ പ്രകൃതിയുടെ നീതി പോലെ ഉറപ്പുള്ളതുമായ കാഴ്ചയാണ് ഇന്ന് പാകിസ്ഥാനിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭാരതത്തിന്റെ സുരക്ഷയും സമാധാനത്തെയും തകർക്കാൻ ലക്ഷ്യമിട്ട് അതിർത്തി കടന്ന് നിരന്തരം കുഴപ്പങ്ങൾ സൃഷ്ടിച്ച ലഷ്കർ-ഇ-തൊയ്ബ പോലുള്ള ഭീകര സംഘടനകളുടെ തലപ്പത്തിരിക്കുന്ന കൊടും ഭീകരർക്ക് സ്വന്തം മണ്ണിൽ പോലും മാന്യമായി ജീവിക്കാൻ കഴിയാത്ത ദയനീയമായ അവസ്ഥയാണ് നിലവിലുള്ളത്. ഇസ്ലാമാബാദിന്റെ സുരക്ഷിത താവളങ്ങളിൽ വെച്ച് പോലും ഉന്നത ഭീകരർ ഒന്നിനു പുറകെ ഒന്നായി ദുരൂഹ സാഹചര്യത്തിൽ അന്ത്യശ്വാസം വലിക്കുന്നത് ഭീകരവാദത്തിന്റെ വ്യാപാരികൾക്ക് എവിടെയായാലും ഒടുവിൽ ഒളിച്ചുകടക്കാനാവില്ല എന്നതിന്റെ വ്യക്തമായ തെളിവ് കൂടിയാണ്. പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ ഒത്താശയോടെയും സംരക്ഷണത്തോടെയും വളർന്ന് പന്തലിച്ച തീവ്രവാദ ഫാക്ടറികൾക്ക് മേൽ അജ്ഞാതരുടെ രൂപത്തിൽ പതിക്കുന്ന ഓരോ പ്രഹരവും ഈ കുറ്റവാളികളുടെ ഉറക്കം കെടുത്തുന്നതാണ്. നിരപരാധികളുടെ ജീവനെടുക്കാൻ പദ്ധതിയിട്ടവർക്ക് തങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും ശ്വസിക്കുന്ന വായുവിൽ നിന്ന് പോലും അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ടെന്ന ഭയം ഇപ്പോൾ ഏതു നിമിഷവും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. സുരക്ഷിതമെന്ന് വിശ്വസിച്ച താവളങ്ങൾ പോലും അവർക്ക് ശ്മശാന ഭൂമിയായി മാറുന്ന കാഴ്ച രാജ്യസുരക്ഷയെയും സമാധാനത്തെയും ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഏതൊരു പൗരനും വലിയ ആശ്വാസമാണ് പകരുന്നത്. ലഷ്കർ-ഇ-തൊയ്ബ കമാൻഡറായ കാരി സയ്യിദിന്റെ ഈ ഒരു അപ്രതീക്ഷിതവും ദുരൂഹവുമായ വിയോഗം ആ സംഘടനയുടെ അടിവേരുകൾ തോണ്ടിയെടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിരിക്കുന്നു. ഭീകരരുടെ കുടുംബങ്ങൾക്ക് പെൻഷനും സാമ്പത്തിക സഹായങ്ങളും എത്തിച്ച് സംഘടനയ്ക്ക് പുതിയ ജീവൻ നൽകാൻ ശ്രമിച്ച ഒരു നിർണായക കണ്ണിയാണ് ഇതോടെ പൂർണ്ണമായും അറ്റുപോയിരിക്കുന്നത്. തങ്ങളുടെ അടുത്ത ലക്ഷ്യം ആരാകുമെന്ന കടുത്ത പരിഭ്രാന്തിയിൽ ലഷ്കറിന്റെയും മറ്റ് ഭീകര സംഘടനകളുടെയും കേന്ദ്രങ്ങൾ ഇപ്പോൾ അതീവ പ്രതിരോധത്തിലായി കഴിഞ്ഞു. ചുരുക്കത്തിൽ അടിച്ചമർത്തപ്പെട്ടവരുടെ ശാപവും രാജ്യത്തിന്റെ കരുത്തുറ്റ നിരീക്ഷണങ്ങളും ഭീകരരുടെ വേരുകളെ പാടെ ഉണക്കിക്കളയുന്നതാണ് ഈ സംഭവങ്ങൾ വ്യക്തമാക്കുന്നത്. ഭീകരവാദത്തോട് യാതൊരു വിട്ടുവീഴ്ചയുമില്ലാത്ത ശക്തമായ തിരിച്ചടികൾ ലോകത്തിന് മുന്നിൽ വലിയൊരു സന്ദേശമാണ് നൽകുന്നത്. ദേശവിരുദ്ധ ശക്തികൾക്ക് നിയമത്തിന്റെയോ അദൃശ്യമായ ശക്തികളുടെയോ രൂപത്തിൽ മാതൃകാപരമായ ശിക്ഷ ഉറപ്പാക്കുന്ന ഇത്തരം സംഭവങ്ങൾ വരും ദിവസങ്ങളിലും പാക് ഭീകരവാദ ശൃംഖലയെ കൂടുതൽ ശിഥിലമാക്കുമെന്നും ഭീകരതയുടെ അന്ത്യം അതിവേഗം കുറിക്കുമെന്നും നമുക്ക് ഉറപ്പിച്ചു വിശ്വസിക്കാം. ഈ വാർത്തയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. വാർത്തകൾ വേഗത്തിൽ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.